കാസർഗോഡ് കർണാടക RTC സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ നടുറോഡിൽ ഏറ്റുമുട്ടൽ. ബസ് ഡ്രൈവറെ മർദ്ദിച്ചെന്നാണ് പരാതി. 3 ദിവസം മുൻപാണ് സംഭവം. കർണാടക ബസ് കയറ്റിവിടാതെ സ്വകാര്യ ബസ് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു. കർണാടക ബസ് ഡ്രൈവർ തുടർച്ചയായി ഹോൺ മുഴക്കിയതാണ് പ്രകോപന കാരണം. ಹೊಡಿಬೇಡಿ, ಯಾಕೆ ಹೊಡೆಯೋದು? വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, എന്താണ് സംഭവിച്ചത്? ടോമെ, വിദ്യാനഗർ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കാസർഗോഡ് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് തൃശാൽ എന്ന് പറയുന്ന സ്വകാര്യ ബസ്, ആ ബസ്സിന് പിറകിലായി കർണാടക RTC വരികയായിരുന്നു. പക്ഷേ ഈ സർവീസ് റോഡാണ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇത് ദേശീയപാത മേൽപ്പാലം കടന്നു പോകുന്നതിന് തൊട്ട് താഴെയുള്ള സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിൽ ഈ കർണാടക RTC ബസ്സിനെ മറികടക്കാൻ സമ്മതിക്കാതിരിക്കുകയും പിന്നീട് ഈ കർണാടക RTC ബസ് ഉച്ചത്തിൽ ഹോൺ മുഴക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് പ്രകോപിതനായ ഈ ഡ്രൈവർ ഒരു ഗുണ്ടാ സംഘത്തെ പോലെയാണ് ഈ ബസ്സിൽ നിന്നും ഇറങ്ങി ഇയാളെ ക്രൂരമായി ഇടിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആദ്യം ഇവർ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ സമയത്ത് തൃശാൽ എന്ന് പറയുന്ന സ്വകാര്യ ബസിന്റെ ഡ്രൈവറുടെ കൈ രണ്ടും പുറകിൽ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കാണാം. പിന്നീട് ഇയാൾ വലിയ തോതിൽ പ്രകോപിതനായി ആ കർണാടക RTC ബസിന്റെ ഡ്രൈവറുടെ മുഖത്തേക്ക് പലതവണ ഇടിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. എന്തായാലും ഇത് ഇത്തരത്തിൽ സൈഡ് നൽകാത്തതിനെ തുടർന്ന് ഹോൺ അടിച്ചു. അങ്ങനെയാണ് പ്രകോപനം ഉണ്ടായെന്നാണ് പറയുന്നത്. ഏതായാലും ഈ കാസർഗോഡ്, പ്രത്യേകിച്ച് നമ്മൾ ഈ കാണുന്ന വിദ്യാനഗർ മുതൽ പഴയ ബസ് സ്റ്റാൻഡ് മുതൽ മല്ലികാർജുന ക്ഷേത്രം വരെ ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ ഒരു സ്ഥിരം പതിവാണ് ഇങ്ങനൊരു ഈ സൈഡ് കൊടുക്കാത്ത ഒരു സംഭവം എന്ന് പോലീസ് പറഞ്ഞു. പ്രധാനമായും ഇവിടെ 2 വാഹനങ്ങൾക്ക് കഷ്ടി പോകാൻ കഴിയുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ നടു റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു വാഹനത്തിനും കടന്നു പോകാൻ കഴിയില്ല എന്നതും ഒരു വസ്തുതയാണ്. അങ്ങനെ പലതരത്തിൽ ഈ സ്വകാര്യ ബസിന്റെ ഭാഗത്തുനിന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കർണാടക RTC ബസ്സിന് പ്രത്യേകിച്ച് ഇത്തരം മത്സര ഓട്ടം നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ സംഭവത്തിൽ ഈ ഡ്രൈവർ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ്, വിദ്യാനഗർ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ദൃശ്യങ്ങൾ അടക്കം നൽകിയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ യാത്രക്കാരാണ് ഈ ദൃശ്യം പകർത്തിയത്. 3 ദിവസം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇപ്പോഴാണ് ഈ ദൃശ്യം പുറത്തു വരുന്നത്. അതിൽ നമുക്ക് കൃത്യമായി കാണാം ആ ബസ് സൈഡ് കൊടുക്കാത്തതും പിന്നീട് നിരന്തരം ഇയാൾ ഹോർണടിക്കുന്നതും. അതും എടുത്തു പറയേണ്ടതാണ്. കർണാടക RTC ബസിന്റെ ആ ഹോർണടി ഒരു 1.5 ഹോർണടി എന്ന് പറയേണ്ടി വരും. അത് അത്രത്തോളം ചുറ്റുപാട് നിൽക്കുന്നവർക്കൊക്കെ സഹിക്കാൻ കഴിയാത്തത് അപ്പുറം ആഞ്ഞു പിടിക്കുന്ന ഹോർണടിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഇത്തരം ഒരു ബസ്സുകൾക്ക് ഒരു വലിയ തോതിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത് ഇരുചക്ര വാഹനക്കാർക്കൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്നത് വലിയ കഷ്ടമാണ്, വലിയ അപകടകരമാണ്. അത്തരത്തിലാണ് ഈ ബസ്സുകളുടെ ഓട്ടം എന്ന് പറയേണ്ടി വരും. 2 ബസ്സുകൾക്ക് കഷ്ടി പോകാൻ കഴിയുന്ന സ്ഥലം, അവിടെ സൈഡ് കൊടുക്കാതെ ഇങ്ങനെ പോകുന്നതും കൂടി ആകുമ്പോൾ നമുക്കറിയാമല്ലോ അവസ്ഥ. കാൽനട യാത്രക്കാർ പോലും വലിയ ഭീഷണി ഉണ്ടാക്കുന്നു. എന്നാലും ഈ സംഭവത്തിൽ വിദ്യാനഗർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഡ്രൈവറുടെ ഈ മറിഞ്ഞിക്കുന്ന ദൃശ്യം ഉൾപ്പെടെ നൽകിയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ പോലീസ് കേസെടുക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തൃശാൽ ബസ്സിലെ ഡ്രൈവറാണ് ഇത്തരത്തിൽ ക്രൂരമായി ഇയാളെ മർദ്ദിക്കുന്നത്. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.